അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, ഷമീർ അതാ ടൗണിലേക്ക് പോവുകയാണ്. തൻ്റെ ഉമ്മാക്കുള്ളത്, അതെ, ഇവിടേക്ക് കയറി വന്ന പെണ്ണിനുള്ളത് അതെല്ലാം വാങ്ങണം എന്നുള്ള രീതിയിൽ അവൻ പോകുന്നു. ഉമ്മ, ഇൻഷാ അല്ലാ പോയിട്ട് വരാട്ടോ. ആ മോനെ, സീനത്തിനോടും ചോദിച്ചു. അതെ, തൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, മോള് സീനത്തെ, നിനക്ക് എന്ത് വേണ്ടത്, എന്ത് കൊണ്ടുവരേണ്ടത്? എന്നാൽ സീനത്തിന് ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ ഇക്കാക്ക് ഓർമ്മ വന്നു. അതെ, തൻ്റെ ഇക്കാക്കക്ക് തന്നോട് നല്ല സ്നേഹമായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, തൻ്റെ ഇക്കാക്കാനെയും ഉമ്മാനെയും ഉപ്പാനൊക്കെ വിട്ട് ഞാൻ പോകുന്നില്ലേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ദയനീയമായി അവനെ നോക്കി. എങ്കിലും ആ നോട്ടത്തിൻ്റെ ആ ഒരു വേദന അവൻക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ ആ പാടവരമ്പിലൂടെ നടന്നകന്നു. എന്നാൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് മറ്റൊരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, ആ മാളികയുടെ മുകളിൽ നിന്നുകൊണ്ട് രണ്ട് കണ്ണുകൾ അവരെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, അത് രാജേഷായിരുന്നു. അവൻ പോകട്ടെ, അവൻ എന്നെ കയറി നിറങ്ങാൻ, എന്നെ ഇതുവരെ തൊടാൻ ആരും ധൈര്യം വന്നിട്ടില്ല, ആർക്കും വന്നിട്ടില്ല. പക്ഷേ ഇവൻ എൻ്റെ മേലാണ് കൈവച്ചത്. അത് രാജേഷ് സഹിക്കില്ല. അതിന് മാത്രമായോ? അവന് കുറച്ച് തടിയും മസിലൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട്, പിന്നെ അത് നേരിട്ട് കീഴ്പ്പെടുത്താൻ ഒരിക്കലും രാജേഷ് ആരെയും എങ്ങോട്ടും പോവാറില്ല. പക്ഷേ രഹസ്യമായി, അതാണ് രാജേഷിന് ഇഷ്ടം. അവനതാ ദേഷ്യത്തോടു കൂടി അവൻ പോകുന്ന നോക്കി നിൽക്കുന്നു. അവിടം വിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ബസ്സായിരിക്കും. അതും കഴിഞ്ഞ് അവൻ തിരിച്ചെത്തുമ്പോഴേക്കും എന്നാൽ ഈ സമയം തന്നെ രാജേഷ് അതാ അവൻ്റെ കാർ സ്റ്റാർട്ടാക്കി നേരെ ബസ് സ്റ്റോപ്പിൻ്റെ അരികിലേക്ക് പോകുന്നു. കുറച്ചപ്പുറത്തായി അതാ അവൻ കാറ് നിർത്തി. എന്നാൽ അതാ അവൻ ബസ്സിൽ കയറുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അതാ ഒരു ഓട്ടോ വന്നു. അതിൽ അവൻ കയറി പോയി. ഒരു നിമിഷം രാജേഷ് പലതും ചിന്തിച്ചു. നീ രാജേഷിനെ തൊട്ട് കളിച്ചാലേ, രാജേഷ് എന്ന് പറഞ്ഞാലേ വിഷമുള്ള പാമ്പാണ്, തിരിഞ്ഞു കൊത്തിയിരിക്കും. അത് നേരിട്ടപ്പോൾ കൊത്തണമെന്നില്ല, പക്ഷെ പിന്നീടായിരിക്കും. എന്നാൽ ആ നിമിഷം തന്നെ അതാ രാജേഷിൻ്റെ മനസ്സിലെ ദുർബുദ്ധി അത് പുറത്തേക്ക് വരുന്നു. ആ നിമിഷം അവൻ കാർ തിരിച്ചു നേരെ അവൻ്റെ ആ ഒരു സ്ഥാപനത്തിലേക്ക്. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് കയറുമ്പോൾ എല്ലാ പെൺകുട്ടികളും പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. അതെ, സ്നേഹം നടിച്ച് പ്രണയം നടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് ഈ ഒരു സ്ഥലത്തേക്ക്, ഇവിടെ തങ്ങളെ വിൽക്കുവാൻ വേണ്ടി വെച്ചത്, ഓരോ ആളുകൾ വരുന്നത്, ആ ക്യാഷ് അവൻ വാങ്ങി വെക്കുന്നത്, ഇതായിരുന്നു അവൻ്റെ പ്ലാനിങ്. പക്ഷേ ആർക്കും ഭയമില്ല. അവൻ വരുമ്പോൾ ആ പെൺകുട്ടികളെല്ലാം പേടിക്കുകയാണ്. എന്നാലും അവൻക്കാരെയും ഭയമില്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ ആ പക അത് വീട്ടാനുള്ളതാണ്. അതെ, രാജേഷിന് ഒരു പകയുണ്ടെങ്കിൽ അത് വീട്ടിയിരിക്കും. ആ നിമിഷം തന്നെ അതാ ആ അപ്പുറത്തുള്ള ആ കൃഷിയിടത്തിലേക്ക് അവൻ ഇറങ്ങുന്നു. ആ പാടവരമ്പത്തൂടെ അവൻ നടന്ന് ആ ഒരു കൊച്ചുകുടിലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നു. എന്നാൽ പാവം ഉമ്മ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. സീനത്ത് അവിടെ അകത്താണ്. പക്ഷെ എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കുകയോ എന്തെങ്കിലും വേണം എന്നുള്ള ചിന്തയും, ഒന്നുമില്ലെങ്കിൽ അവൻ്റെ തള്ളയെ വകവരുത്തണം എന്നുള്ള രീതിയിലുമായിരുന്നു രാജേഷ് നടന്നിരുന്നത്. തള്ളയെ കൊന്നിട്ട് ഈ പാടത്ത് ഞാൻ താഴ്ത്തും, അതിനാണ് എൻ്റെ പ്ലാനിങ്. രാജേഷ് അതാ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ആ ഉമ്മ അവിടെ ഉരലിലിട്ട് അരി ഇടിക്കുകയായിരുന്നു. അവൻ പാത്തും പതിങ്ങും ചെന്ന് അവരുടെ ആ ഒരു കോലായുടെ ആ ഭാഗത്ത് മറഞ്ഞു നിൽക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഉമ്മ എന്തോ ഒരു ശബ്ദം കേട്ടു. അല്ലാ, എന്താ ഒരു ഒച്ചപ്പാട്? എൻ്റെ പൊന്നു മോനെ, എൻ്റെ ഷമീർ എത്തിയിട്ടില്ലല്ലോ, ഓനിപ്പോൾ പോയിട്ടില്ലല്ലോ. അല്ലാ, എന്താണാവോ? ഇനി വല്ല ജന്തുക്കളും അറിയില്ല. ഉമ്മ വീണ്ടും അതാ അരിയിടിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അതാ ഉമ്മയുടെ പിന്നിൽ നിന്ന് ശക്തമായ ഒരു കൈകൾ ഉമ്മയുടെ കഴുത്തിന് നേരേക്ക്. അല്ലാ, ആരാണ്? തൊള്ളേ, എന്താ നിങ്ങൾ വിചാരിച്ചത്? എന്നെ വിട്, എൻ്റെ കഴുത്തിനെ പിടിക്കല്ലേ, എനിക്ക് ശ്വാസം കിട്ടില്ല. അല്ലാ, മോനെ ഷമീറെ. വരില്ല നിങ്ങളെ മോൻ ഷമീർ, നിങ്ങളുടെ മോൻ ഷമീർ അങ്ങ് പോയി കഴിഞ്ഞതാണ്. തൊള്ളേ, എൻ്റെ ശരീരത്തിൽ കൈവെക്കാൻ മാത്രം നിങ്ങളെ മകൻ വളർന്നു അല്ലേ? വെറുതെ വിടില്ല ഞാൻ.
അവനെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ എനിക്കൊരു പണിയുമില്ല. ആ ഉമ്മ അതാ ശക്തിയോടെ അവിടെ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു. എന്നാൽ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് സീനത്ത് പതുക്കെ ഓടിയെത്താൻ ശ്രമിക്കുമ്പോഴേക്കും അതാ രാജേഷ്. അവൾ പേടിച്ച് നിന്നു. പഠിച്ചോനെ, എന്താ ചെയ്യുക? ഉമ്മാൻ്റെ കഴുത്ത് പിടിച്ച് നെരിച്ച് കൊല്ലാൻ നിൽക്കണല്ലോ. റബ്ബേ, എന്താ ഞാൻ ചെയ്യുക? അതെ, ഉമ്മയെ കൊല്ലുകയാണ്. അതെ, ഉമ്മക്ക് ശ്വാസം പൊട്ടുന്ന പോലെ തോന്നുന്നു. പെട്ടെന്ന് ഉമ്മയുടെ കയ്യിൽ നിന്നും അതാ തെന്നി വീണ ആ ഒരു ഉലക്കയെടുത്തു അവൾ. രാജേഷ് കാണുന്നില്ല ആ ഒരു കാഴ്ച. രാജേഷ് ഉമ്മയും കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. അതെ, ഉമ്മയെ എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ ഇല്ലാതാക്കും. റബ്ബേ, എന്നെയും കൊണ്ടവൻ പോവുകയും ചെയ്യും. ആ നിമിഷം അവളുടെ കൈകളിൽ കിട്ടിയ ആ ഉലക്കയെടുത്ത് അവൻ്റെ തലമണ്ടയിൽ ശക്തമായ ഒരടിയത ഉലക്ക കൊണ്ട് കൊടുക്കുന്നു. ഒരു നിമിഷം ആ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ആരെയുമായിരുന്നില്ല. അതെ, സീനത്തപ്പോഴേക്കും അവിടെ നിന്ന് മാറിയിരുന്നു. ഉമ്മയുടെ കഴുത്തിലെ പിടിവിട്ട് അവൻ അവിടെ വീഴുകയായിരുന്നു. അവൻ തലയടിച്ച് വീണു. അതെ, ആ അടിയുടെ ആഘാതത്തിൽ അവൻ എന്തോ സംഭവിച്ചു അറിയില്ല. മോളെ, എന്താ നീ ചെയ്തത് എന്ന് പറഞ്ഞ് ആ ഉമ്മ അത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭയന്ന് വിറച്ച് നിൽക്കുന്ന സീനത്തിനെയാണ് കാണുന്നത്. എന്നാൽ ആ അടി കൊണ്ട് അവൻ അവിടെ വീണു പോയിരുന്നു. പക്ഷേ ആരാണ് തന്നെ ഉപദ്രവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. അവൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. തല കറങ്ങുകയോ വേദനയോ എന്തൊക്കെയാകുന്നു. തനിക്ക് തൻ്റെ ബോധം നഷ്ടപ്പെടുന്ന പോലെയൊക്കെ അവൻ തോന്നുകയാണ്. എന്നാൽ അവന് കാര്യം മനസ്സിലായി. അത് ഷമീർ ആയിരിക്കും എന്നെ അടിച്ചത് എന്നുള്ള കാര്യം അവൻക്ക് ഉറപ്പായി. അതെ, അവന് തിരിഞ്ഞു നോക്കാൻ തന്നെ കഴിയുന്നില്ല. അവൻ്റെ തലയുടെ ഒരു ഭാഗത്ത് രക്തം അതാ ചീറ്റി ഒഴുകുന്നു. അവനത് പൊത്തിപ്പിടിച്ചുകൊണ്ട് പതുക്കെ എങ്ങനെയൊക്കെയോ ആ വന്ന വഴി തന്നെ പോകുകയാണ്. അതെ, വീഴാൻ പോകുന്നുണ്ട്. എനിക്കറിയുന്നില്ല എന്താ പറ്റിയതെന്ന്. അങ്ങനെ പതുക്കെ അവൻ വീണും എണീറ്റും നേരെ അത് അവൻ്റെ ആ സ്ഥാപനത്തിലേക്ക് പോകുകയാണ്. എന്നാൽ അവൻ വരുന്ന ആ ഒരു കാഴ്ച, അതെ, അവൻ്റെ മുഖത്തൂടെ രക്തം വരുന്നുണ്ട്. ശരിക്കും അവിടെയുള്ള ചേച്ചി ഒന്ന് ഞെട്ടി. ഇതെന്തു പറ്റി? പിന്നീട് അവർ ആലോചിച്ചു, ഒരുപാട് ആളെ ഉപദ്രവിച്ചില്ലേ, അതിനുള്ള ശിക്ഷയായിരിക്കും കിട്ടുന്നത്. കുറച്ച് വെള്ളം എടുക്ക് എന്ന് അവൻ പറഞ്ഞതും ആ ചേച്ചി ഒരു നിമിഷം മടിച്ചു നിന്നു. അവന് വെള്ളം പോലും കൊടുക്കരുത്, എന്നെയൊക്കെ അത്ര രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്, അറിയാത്ത രീതിയിൽ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അറിയില്ല, എന്നെ ആരോ ഒന്ന് ഉപദ്രവിച്ചു, എൻ്റെ പിന്നിൽ നിന്ന് ആളെ ഞാൻ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ. ഒരു നിമിഷം ആ ചേച്ചി പ്രാർത്ഥിച്ചു, ദൈവമേ, ആളെ കാണാൻ മതിയായിരുന്നു. അതെ, അവൻ്റെ തലക്ക് അത്രക്കും ശക്തമായ ഒരടി കിട്ടിയത് കൊണ്ട് തന്നെ അവനവിടെ ബോധരഹിതനായി വീഴുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഇനി എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ എത്തിക്കേ. എന്തായാലും ബ്ലഡ് പോകുന്ന ആ ഭാഗത്ത് നിന്ന് ആ ചേച്ചി അതാ ഒരു ശീല കൊണ്ട് നല്ല രീതിയിൽ കെട്ടിക്കൊടുത്തു. അല്ലെങ്കിലും ആണൊരുത്തനായിട്ട് അവിടെ അവനെയുള്ളൂ. ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യാനാ? പിന്നെ അവനല്ലേ ഇവിടുത്തെ രാജാവ്, എല്ലാവരെയും ഭരിക്കുന്ന എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് അല്പം വെള്ളം കുടിഞ്ഞു നോക്കി. അവൻ കണ്ണു തുറന്നു. എൻ്റെ തല നന്നായിട്ട് വേദനിക്കുന്നു. എനിക്കെന്തോ പറ്റി. എനിക്കെൻ്റെ തലക്ക് ആകപ്പാടെ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം പെട്ടെന്ന്. അവൻ അതാ അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ് അലറുകയാണ്. ആ ചേച്ചി എന്ത് ചെയ്യണമെന്നായിപ്പോയി. അതെ, അറിയുന്ന ഒരു നമ്പറിലേക്ക് വിളിച്ചു. സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോൾ അവിടേക്ക് ഒരു ഓട്ടോ വന്നു. അതെ, ഓട്ടോ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ. ആ ചേച്ചി തന്നെ അതാ അയാളുടെ കൂടെ കയറി പോകണോ എന്ന് വരെ സംശയിച്ചു. എങ്ങോട്ടോ കൊണ്ടുപോകുന്നത്? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ. നിങ്ങളില്ലേ? ഇല്ല, ഞാനില്ല. ഒരു നിമിഷം രാജേഷ് തന്നെ തൻ്റെ ബോധം വീണ്ടും നഷ്ടപ്പെടുന്ന പോലെ തോന്നി. അവൻ ആ ഓട്ടോയിൽ എങ്ങനെയൊക്കെയോ കിടന്നു. നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് അതാ എത്തിക്കുന്നു. എന്തു പറ്റി എന്നുള്ള ഡോക്ടറുടെ ചോദ്യത്തിന് തലയടിച്ച് വീണതാണ് എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ തന്നെ ആരോ തലക്കടിച്ചുവെന്നോ ഉപദ്രവിച്ചുവെന്നോ അതവൻ പറഞ്ഞില്ല. കാരണം ഞാനൊരാളെ കൊല്ലാൻ വേണ്ടി പോയതാണ്. അതെ, അവൻ്റെ ഉമ്മയെ ഇല്ലാതാക്കാൻ വേണ്ടി. പക്ഷെ ആരാണ് എന്നെ ഉപദ്രവിച്ചത്? അവൻ അപ്പോഴേക്കും എത്തിയോ അവിടെ? ഞാൻ അവിടെ പോയി എന്ന് വിചാരിച്ചിട്ടാണ്. വല്ലാത്തൊരു അവൻ്റെ മനസ്സിൽ നിരാശയും ദേഷ്യവും ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു.
രാജേഷിൻ്റെ തലക്കടി കിട്ടിയത് മർമ്മത്താണ് ഡോക്ടർ പറയുന്നു. അത് ഈ മർമ്മത്തിൽ ഇങ്ങനെ അടിയേറ്റാൽ ഓർമ്മശക്തി കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ജീവൻ തന്നെ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യം. പക്ഷെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഒറ്റയ്ക്കായിട്ട് സഞ്ചരിക്കാനൊന്നും കഴിയില്ല. കാരണം ഏത് നിമിഷവും നിങ്ങൾക്ക് അബോധാവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. അത്ര മർമ്മത്തിലാണ് ശക്തമായ എന്തോ കൊണ്ട് തട്ടിയത്. തലക്കാരെ അടിച്ചതോ അതോ എവിടെയും വെച്ച് അടിച്ചതോ? അത് ഞാനങ്ങ് വീണുപോയപ്പോൾ ആ അടി കിട്ടിയതുപോലെയാണല്ലോ അതെ, അതൊരു മരത്തിൽ വെച്ച് തല ശക്തമായി ഇടിക്കുകയായിരുന്നു. കേസ് എടുക്കണോ? വേണ്ട. എന്തിന് കേസ്? എങ്ങനെയൊക്കെയോ അവൻ പറഞ്ഞൊപ്പിച്ചു. അതെ, പേഷ്യൻ്റ് ശ്രദ്ധിക്കണം കേട്ടോ. കൂടെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ വിളിച്ചോളൂ. തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ. അവൻ അബോധാവസ്ഥയിലേക്ക് വീഴുകയാണ്. ശരിക്കും ആ ചേച്ചിക്കും അവിടെയുള്ള പെൺകുട്ടികൾക്കും സന്തോഷമാവുകയാണ്. അതെ, രാജേഷ് അവന് തലക്ക് ക്ഷതമേറ്റിട്ട് എവിടുന്ന് വീണതാണോ അതോ ആരെങ്കിലും അടിച്ചതാണോ അറിയില്ല. എന്തായാലും നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. രക്തം പൊട്ടി ഒഴുകുന്നുണ്ട്, അബോധാവസ്ഥയിലാകുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലാണ്, മർമ്മത്തിലാണത്രേ കൊണ്ടത്. ഓട്ടോറിക്ഷക്കാരൻ ആ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല ചേച്ചിയെ, അവൻ്റെ വീട്ടുകാരാരുമില്ലേ? അതൊന്നും എനിക്കറിയില്ല എൻ്റെ പൊന്നു മോനെ. ദയവായി അതിനെക്കുറിച്ച് ഞാൻ പറയണ്ട. എന്തെങ്കിലും ആയിക്കോട്ടെ, ഒന്നും അറിയണ്ട. ആ ചേച്ചിക്കും അല്പം സമാധാനം തോന്നി. അതെ, ചേച്ചിയുടെ കൈകാലുകളിൽ അവൻ ബൂട്ടിട്ട് ഉരക്കുന്ന ആ മുറിവ് ഉണങ്ങുന്നേ ഉള്ളൂ. പക്ഷേ അത് ഉണങ്ങുമ്പോഴേക്കും വീണ്ടും വരും ഉപദ്രവിക്കാൻ. ആവില്ല. അതെ, ആ പെണ്ണ് സീനത്ത് രക്ഷപ്പെട്ടത് മുതലാണ് എൻ്റെ നേർക്ക് ആയത് ഉപദ്രവങ്ങൾ. എന്നാൽ ചേച്ചി അതോർത്തു. അതെ, തലേ ദിവസം അവൻ ചെയ്തത് ഒരുപാട് മുളകുപൊടിയാണ് അവൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെന്തിനാ? കറി വെക്കാൻ എന്തിനാ ഇത്രയധികം മുളകുപൊടി? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കറി വെക്കാനല്ല, നല്ല ചുട്ടെരിയുന്ന മുളകുപൊടി. ഇതെന്തിനാ? ഇതൊരാൾക്കുള്ള ശിക്ഷയാണ്. ഒരാൾക്കുള്ള ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് കൊണ്ടുവന്നത്. ഒരു നിമിഷം ചേച്ചി ആലോചിച്ചു. എന്ത് ശിക്ഷയാണ് ഈ മുളകുപൊടി കൊണ്ട്? കള്ളന്മാർക്കല്ലേ ഇതൊക്കെ? അല്ല, സ്ത്രീകൾക്കുള്ള ശിക്ഷയുണ്ട്. ഇതുകൊണ്ട് ഇത് ചെയ്യും ഞാൻ, ഇത് ഉറപ്പാണ്. അതും സീനത്തിനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇത് ഞാൻ വാരിപ്പൊത്തും. അതെ, വെറുതെ വിടില്ല ഞാൻ ഒരിക്കൽ പോലും. അതിനുള്ള അവൾക്കുള്ള ശിക്ഷയ്ക്കുള്ള മരുന്നുകളാണ് ഇതെല്ലാം ഞാൻ വെക്കുന്നത്. ശരിക്കും ആ ചേച്ചി ഞെട്ടിപ്പോയി. ദൈവേ, എനിക്കും ഇവിടെ നിൽക്കാൻ പേടിയാണ്. ഈ ചെക്കൻ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടണാവോ? അതെ, ഒരു ശൈത്താൻ എന്നൊക്കെ പറയില്ലേ, അത്രക്കും വലിയൊരു ശൈത്താനാണ് ഇത് എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങോട്ട് ജോലിക്ക് വരില്ലായിരുന്നു. പേടിയാകുന്നു മുളകുപൊടിയൊക്കെ കണ്ടിട്ട്. എന്തിനാന്നാവോ? കഴിയുന്നില്ല. പെട്ടെന്ന് ചേച്ചി അതോർത്തു. എൻ്റെ ദൈവേ, ഞങ്ങളെ വീടിൻ്റെ അപ്പുറത്ത്, അതെ, ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു സുന്ദരിയായൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയോട് അതിൻ്റെ ഭർത്താവ് കാട്ടിയ കഥ ആ കുട്ടി പറഞ്ഞിരുന്നു എല്ലാവരോടും. സുന്ദരിയായൊരു പെൺകുട്ടി. ആ പെണ്ണ് അതെ രാത്രിയിൽ ഭർത്താവിനെ കാത്തിരിക്കുമത്രേ. പക്ഷേ ഭർത്താവാണെങ്കിൽ മറ്റു പല പെണ്ണുങ്ങളോടുള്ള ബന്ധമായിരുന്നു. എന്നാൽ അവളെ ഒരു ദിവസം രാത്രി നല്ല രീതിയിൽ വിളിച്ചു വരുത്തി. മോളെ വാ, നമുക്ക് നല്ല രീതിയിൽ ജീവിതം നിന്നെ തുടങ്ങാം. ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചില്ലേ, ഇനി ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അവൾക്ക് ഭക്ഷണമെല്ലാം, അന്ന് ബിരിയാണി വരെ പാർസൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച ഒരു കുഞ്ഞുള്ള ആ പെണ്ണിനെയാണ് ഉപദ്രവിച്ചത്. അതെ, ഒരു മോനുണ്ട്. അതെ, എനിക്കത് ആലോചിച്ചിട്ട് സീനത്തിനും ആ സ്ഥിതി വരുമെന്ന് ആലോചിക്കുകയാണ് ഞാൻ. ആ പെണ്ണിനെ നല്ല രീതിയിൽ വിളിച്ചു വരുത്തി തൻ്റെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സ്നേഹത്തോടെ അവളെ ചുംബിച്ചു. അതെ പൊന്നുമോളെ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. അതെ, നീയുമായുള്ള ബന്ധം ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു. നമുക്കൊരു അതിനുശേഷം വേറെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. സ്നേഹത്തോടെ തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു സ്വഭാവം കണ്ടപ്പോൾ ശരിക്കും അവള് കരഞ്ഞുപോയി. അതെ, തന്നെ ഇത്രയും ദിവസം ഉപദ്രവിച്ച പല ദിവസം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൊന്നു മോനെ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇതിന് മുതിരാത്തത്. എൻ്റെ പൊന്നുമോൻ, അതെ എൻ്റെ കുട്ടി അനാഥമാവും. അയാൾ വേറെ കല്യാണം കഴിക്കുകയും ചെയ്യും. എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെടും. അതുകൊണ്ട് പക്ഷെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ ഓർക്കുമ്പോൾ അങ്ങോട്ട് പോകാനും തോന്നൂല. എൻ്റെ വാപ്പാക്ക് ഇനിയും എന്നെ
നോക്കണ്ടേ, എൻ്റെ അനിയത്തിമാരെ കെട്ടിക്കണ്ടേ, ഞാനും കുട്ടിയും കൂടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെലവും വഹിക്കേണ്ടി വരുമല്ലോ എന്നവൾ കരുതുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ പിടിച്ചു നിന്നു. അത് ഉമ്മയൊക്കെ ഉണ്ട്, പക്ഷേ അവർക്കൊന്നും അത്ര വലിയൊരിതൊന്നുമില്ല. മോൻ എന്താണ് പറയുന്നത് അതുപോലെ തന്നെയാണ്. അത് പഠിച്ചോനെ, ഞാൻ എന്ത് ചെയ്യാം. ആ കുട്ടി ഒരുപാട് വേദനിച്ചിരുന്നു. എന്നാൽ അന്ന് രാവിലെ തന്നെ നല്ല സ്വഭാവമായിരുന്നു. അന്ന് വരുന്ന സമയത്താണ് കയ്യിൽ ഒരു പൊതിയുമായി വരുന്നത്. മോളെ, പിന്നെ എന്തൊക്കെ തന്നെയാലും നീ എൻ്റെ കൂടെ ഇത്ര വർഷം ജീവിച്ചില്ലേ, ഞാൻ ഇതുവരെ നിന്നോട് വളരെയധികം മോശമായിട്ടൊക്കെ പെരുമാറി അല്ലേ, കുഞ്ഞുണ്ടായതിനു ശേഷമൊക്കെ പലതവണ ഞാൻ നിന്നെ പീഡിപ്പിച്ചു. നീ ഒരിക്കലും ഇതൊന്നും പുറത്ത് പറയരുത് കേട്ടോ. എൻ്റെ പൊന്നു മോളല്ലേ, എനിക്ക് നിന്നെ അത്രക്കും ഇഷ്ടമാണ്. ഇത്രയും സുന്ദരിയായൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയില്ലേ, അപ്പം പിന്നെ ഞാൻ അതിൻ്റേതായ രീതിയിൽ ഞാൻ നിന്നെ നോക്കണ്ടേ. ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു നിന്നെ അല്ലേ, ഒരുപാട് പെണ്ണുങ്ങളടുത്ത് പോയി നിൻ്റെ മുമ്പിൽ നിന്ന് വിളിക്കും, അങ്ങനെ ഒരുപാട് നിന്നെ കഷ്ടപ്പെടുത്തിയില്ലേ. നിന്നെ എത്രമാത്രം കഷ്ടപ്പെടുത്താൻ പറ്റും അത്ര ഞാൻ കഷ്ടപ്പെടുത്തി. എനിക്കതൊരു ഹോബിയാണ് നീ വേദനിക്കുന്നത്. അത് നിൻ്റെ മുമ്പിൽ നിന്ന് പല പെണ്ണുങ്ങളോടും ഞാൻ ചാറ്റ് ചെയ്യുന്നത്, അവർക്കൊരു ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത്, അവരുടെ ഫോട്ടോ ഞാൻ കാണുന്നത്, അതൊക്കെ നിൻ്റെ മുമ്പിൽ. നീ ഒരുപാട് വിഷമിച്ച് വേദനിച്ചില്ലേ. ഇനി ഒരിക്കലും എൻ്റെ കുട്ടിയെ വേദനിപ്പിക്കല്ല കേട്ടോ. നല്ല രീതിയിൽ വാ, നമുക്ക് ഇനി മുതൽ പുതിയൊരു ദാമ്പത്യ ജീവിതം തുടങ്ങാം. നമ്മുടെ മോനുണ്ടായതിന് ശേഷം നീ വല്ലാതെ ഒന്നും നമ്മൾ തമ്മിൽ ഒരു ബന്ധവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. നീ ഇങ്ങ് വന്നേ. തൻ്റെ ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള പെരുമാറ്റം അതവൾക്ക് ഒരിക്കലും വിചാരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇത്രയധികം സ്നേഹത്തോടെ എൻ്റെ ഭർത്താവ് എന്നോട് പെരുമാറേ. അല്ല, ഞാൻ കുറേ പ്രാർത്ഥിച്ചിക്കണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം നന്നായി കിട്ടാൻ. പലതവണ ഇട്ടെറിഞ്ഞു പോകാൻ നോക്കിയതാണ്, പലതവണ ജീവൻ എടുക്കാൻ വിചാരിച്ചതാണ്. തൻ്റെ പൊന്നുമോനെ മുഖം കാണുമ്പോൾ അതിൽ നിന്നെല്ലാം വേർപെട്ടതാണ്. അതെ, തൻ്റെ പൊന്നുമോനെ, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ അനാഥമാക്കിയിട്ട് ഞാൻ എങ്ങോട്ട് പോകാൻ എന്ന് ഞാൻ പലതവണ വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഭർത്താവ് നല്ല രീതിയിൽ എൻ്റെ അരികിലേക്ക് വരുന്നു. എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട്, നല്ല രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട്, അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുമ്പോഴും പുഞ്ചിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ഒന്നുകൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലാത്തപ്പം അദ്ദേഹം ഒരു മൃഗമായി മാറും. അതെ, ഒരു കാട്ടുമൃഗം തന്നെ. അത്രക്കും മോശമായ രീതിയിലായിരുന്നു എന്നോട് അദ്ദേഹം സംസാരിക്കാറുള്ളത്. എന്നാൽ അന്ന് അദ്ദേഹം വളരെയധികം സ്നേഹത്തോടെ തന്നെ തഴുകി തലോടുകയാണ്. എൻ്റെ പെണ്ണെ, ഞാൻ നിന്നോട് ഒരുപാട് അപരാധങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയൊരിക്കലും എനിക്ക് നിന്നോടങ്ങനെ പറയാൻ കഴിയില്ല. അത്രക്കും എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തോ അറിയില്ല, എനിക്കെന്തോ പറ്റിപ്പോയി. വാ, നമുക്ക് നമ്മുടെ പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാം. അതെ, നമുക്കൊരു കുഞ്ഞു കൂടി വേണ്ടേ? ഒന്ന് മാത്രമല്ല വേണ്ടത്, നമ്മുടെ കുഞ്ഞിന് ഒരു ഇണ വേണ്ടേ? അവൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ആ കാര്യം. എന്നാൽ തൻ്റെ ഭർത്താവ് തന്നെ അതിനു വേണ്ടി ഇപ്പോൾ പ്രേരിപ്പിക്കുന്നു. അതെ, എല്ലാം മറന്ന് അവൾ അവൻ്റെ മുമ്പിൽ അവൻക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുകയാണ്. എന്നാൽ ആ നിമിഷം അവൻ ചെയ്ത ആ ഒരു നല്ല രീതിയിൽ അവളോട് സ്നേഹത്തോടെ പെരുമാറിയ അവൻ പെട്ടെന്നാണ് ആ കടുങ്കൈ ചെയ്തത്. അതെ, ആ മുളക് പൊടി, വളരെയധികം എരിവുള്ള മുളക് പൊടി, ആ ഒരു പാക്കറ്റ് മുഴുവനായി പൊട്ടിച്ച് അത് അവളുടെ ജനനേന്ദ്രിയത്തിലേക്ക് അതാകെ വാരിപ്പൊത്തുകയായിരുന്നു. അതെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ക്രൂരമായ അഭ്യാസം. അതെ, അത് കണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു. അവൾ നീറിപ്പുകഞ്ഞ് അവിടെ നിന്ന് ഓടി. റബ്ബേ, അതെ, താൻ മരിക്കുകയാണെന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി. ഇല്ല, ഇനി ഒരിക്കലും എനിക്ക് ജീവനില്ല എന്ന് അവളാകെ എന്ത് ചെയ്യണമെന്നറിയാതെ നേരെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ അവൻ പിടിച്ചു വെക്കുകയായിരുന്നു. എന്താ നീ വിചാരിച്ചത്? നിന്നെ ഞാനങ്ങ് സ്നേഹിച്ചു കൊല്ലുന്നോ? ഒരിക്കലുമില്ല. നീ ഇങ്ങനെ നീറി പുകഞ്ഞ് ജീവിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആടി, നീ ഇത്രയധികം എനിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടല്ലേ? ഞാൻ അറിഞ്ഞു കഴിഞ്ഞു നീ എനിക്കെതിരെ കേസ് കൊടുക്കുകയാണെന്ന്. ആ കേസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നീ കുറച്ചുകൂടെ അനുഭവിച്ചിട്ട് ഞാൻ വിടുകയുള്ളൂ. എന്നാൽ അവളുടെ ഗുഹ്യസ്ഥാനത്ത് മാത്രമല്ല, അവളുടെ വായിലും മൂക്കിലും കണ്ണിലുമെല്ലാം, അതെ, അവൻ തലയിലൂടെ ആ ബാക്കി മുളക് പൊടി മുഴുവനായിട്ട് അവളുടെ
തലയിലേക്ക് ഒഴിക്കുകയായിരുന്നു. അതെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതൊരിക്കലും ഒരു ഇല്ലാത്ത കഥയല്ല, ഒരു പെണ്ണനുഭവിച്ച കഥയാണ്. അതെ, ആ പെണ്ണ് തന്നെ പച്ചയായ രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുമുണ്ട്. എൻ്റെ ഭർത്താവ് എനിക്ക് എനിക്ക് നൽകിയ പീഡനങ്ങൾ എന്നുള്ള ഒരു രീതിയിൽ അവൾ എന്ത് ചെയ്യണമെന്ന് റബ്ബേ കണ്ണും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, ആകെ എരിഞ്ഞ് നീറിപ്പുകയാണ്. ഞാൻ എങ്ങോട്ട് പോകും എനിക്കറിയുന്നില്ല. അവൾ തപ്പിത്തറഞ്ഞ് നടക്കുകയാണ് അവിടെ കരഞ്ഞുകൊണ്ട്. പക്ഷേ കരയുന്നുണ്ട്, അമ്മായിമ്മ അപ്പുറത്തുണ്ട്, കേൾക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അടിപിടിയാ എന്നുള്ള രീതിയിൽ അവൾ വളരെയധികം ദയനീയമായി അവിടെ കരയുമ്പോൾ തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ തപ്പിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ അവളതാ ആ ബാത്റൂമിനടുത്തേക്ക് എത്തുന്നു. എന്നാൽ ആ ബാത്റൂമിനടുത്തേക്ക് എത്തിയപ്പോൾ ഉള്ള അവസ്ഥ, ഒരു തുള്ളി വെള്ളമില്ല, തുറന്നിട്ട് കിട്ടുന്നില്ല. അവൾ ആരോട് പറയും, എന്ത് ചെയ്യണോ? അവൾ അട്ടഹസിക്കുകയാണ് വേദന കൊണ്ട്, അത് നീറിക്കൊണ്ട്. എവിടെയാണ് അവൾക്ക് എരിയുന്നത് അറിയുന്നില്ല. ശരീരം മൊത്തത്തിലാണ് അവൻ മുളകുപൊടി വാരി പൊത്തിയിട്ടുള്ളത്. റബ്ബേ, അങ്ങനൊരു അവസ്ഥ ഒരു പെണ്ണ് അനുഭവിച്ച അവസ്ഥയാണിത്. ആ പെണ്ണ് അന്ന് അനുഭവിച്ച യാതന. അന്ന് ഭാഗ്യത്തിന് തൻ്റെ കുഞ്ഞ് തൻ്റെ വീട്ടിലായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനും ഇതേ ഉപദ്രവം വരുത്തുമായിരുന്നു. പക്ഷേ എന്നാൽ പിന്നീട് അവൾ ഒരുപാട് കരഞ്ഞപ്പോൾ അതാ വെള്ളം തുറന്നു കൊടുക്കുകയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയുന്നില്ല അവൾക്ക്. അവൾ ഷവറിട്ട് പൈപ്പെല്ലാം തിരിച്ച് തലയിലൂടെയും എവിടേക്കൊക്കെ വെള്ളമാക്കും അറിയുന്നില്ല. അത്രക്കും നീറിപ്പുകഞ്ഞ അവസ്ഥയിൽ ഒരു പെണ്ണനുഭവിച്ച യാതന, വേദന. അതെ, ആ പെണ്ണിൻ്റെ ജീവിതത്തിൽ അത് ശരിക്കും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഭർത്താവിനെയാണ്. എന്നാൽ അവൾ ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിലായിപ്പോയി. അവൾക്ക് എന്ത് ചെയ്യണം അറിയുന്നില്ല. കൈകാലുകൾ തളരുന്നു, ശരീരമാകെ ചുട്ടുപൊള്ളുന്നു. വല്ലാത്തൊരവസ്ഥ. അത്രക്കും വളരെയധികം കാഠിന്യം കൂടിയ മുളകുപൊടിയായിരുന്നു അവൻ വാരിപ്പൊത്തിയത്. ഭർത്താവെന്ന് പേരുള്ള ആ ഒരു കാലമാടൻ. അവൾ കേസ് കൊടുത്തു എന്നതിൻ്റെ പേരിൽ തൻ്റെ ഭർത്താവിന് പരസ്ത്രീ ബന്ധം, തന്നോടെപ്പോഴും ഉപദ്രവിക്കുക, അതുമാത്രമല്ല ഓടക്കുഴൽ കൊണ്ടും അങ്ങനെ പല രീതിയിൽ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവനതൊരു ഹാസ്യമാവുകയാണ്. അവനത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് ഇവള് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ. എന്തായാലും ദൈവമേ, ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒടുവിൽ അവനെ ഉപേക്ഷിച്ചു. അത് അവൻ്റെ പേരിൽ കേസ് കൊടുത്തു. എന്നാലും ഇപ്പോൾ അവൾ മറ്റൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ, രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഉമ്മയുമാണ് അവൾ. അതെ, ആദ്യത്തെ കുഞ്ഞ് അവൻ്റേതും രണ്ടാമത്തത് ഇവൻ്റേതും. പക്ഷേ എന്ത് ചെയ്യാൻ, ആദ്യ ഭർത്താവിൻ്റെ ആ ഒരു ക്രൂരപീഡനം അതാണ് ചേച്ചിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. അതെ, ഹാദിയയെ അങ്ങനെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഗർഭിണിയായ അവൾ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ഗർഭിണിയായ അവളെ അങ്ങനെ ചെയ്യാൻ എങ്ങനെ അവർക്ക് ധൈര്യം വരും? എനിക്ക് കഴിയുന്നേയില്ല. അതാലോചിച്ചിട്ട് അങ്ങനെയെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ് രാജേഷ്. അതെ, ആ മുളകുപൊടിയുടെ ആ വലിയൊരു പാക്ക് അവിടെ ഉണ്ട്. അത് അവൾക്കുള്ളതാണ് എന്നാ പറഞ്ഞത്. അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ശിക്ഷ. പേടിയാകുന്നു ഇവൻ്റെ അടുത്ത് ജീവിക്കാൻ. ചേച്ചി ഓരോന്ന് ആലോചിച്ചു. എന്തായാലും ഭാഗ്യത്തിനാണ് കൊച്ച് രക്ഷപ്പെട്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റ അതേ പീഡനം അതിനപ്പുറമായിരിക്കും ഇവൻ്റേത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റൂല. ഒരു നിമിഷം ചേച്ചി നെടുവീർപ്പിട്ടു. എന്തായാലും തലക്കടിയേറ്റ് ഇടക്ക് ബോധം വരുന്നുണ്ട്. തലക്ക് സ്റ്റിച്ചുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ ദൈവേ, ഇനിയെങ്കിലും പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ബുദ്ധി വരാതിരിക്കട്ടെ. എൻ്റെ ദൈവേ, ആലോചിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ ആ ഉമ്മ കരയുകയായിരുന്നു. അവിടെ സീനത്ത് ഉമ്മയെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്. ഉമ്മാക്ക് കഴുത്തിന് നന്നായിട്ട് വേദനയുണ്ട്. അതെ, അവൻ ശ്വാസം മുട്ടിക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അതാ സാധനങ്ങളുമായി വരുന്നു. അവൻ കുറച്ചധികം സാധനം വാങ്ങിയിട്ടുണ്ട്. കാരണം അത് സീനത്തിന് അവൾ കൊടുക്കുവാനുള്ള ഡ്രസ്സ്, അവൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം, അവൾക്കുള്ള അങ്ങനെ പലതും, ഉമ്മാക്കുള്ളതും എല്ലാം കൂടി വാങ്ങി വരികയാണ് തൻ്റെ സന്തോഷത്തോടു കൂടി. എന്നാൽ തൻ്റെ വീട്ടിൽ നടന്ന ആ ദുരനുഭവം അതൊന്നും അവനറിയുന്നില്ലല്ലോ. അവൻ ഏറെ പ്രതീക്ഷയോടെ, സീനത്ത് എന്തൊക്കെ തന്നെയാലും തെറ്റ് പറ്റിപ്പോയി ജീവിതത്തിൽ, ഇനിയൊരിക്കലും പറ്റാതിരിക്കട്ടെ, അവളെ ഞാൻ സംരക്ഷിക്കും,
ആ കുഞ്ഞിനെ ഗർഭം ചുമന്ന് അവൾ പ്രസവിക്കുന്നത് വരെ അതെ അവൾക്കുള്ള സംരക്ഷണ ചുമതല ഞാൻ ഏറ്റെടുക്കും എന്നുള്ള ചിന്താഗതിയുമായാണ് ഷമീർ വരുന്നത്. പാവം പെണ്ണല്ലേ, എങ്ങോട്ട് പോവാൻ. ശരിയാണ്, ഒരു കാലത്ത് ഭർത്താവിനെയും ഉമ്മയെയും ഉപ്പയൊക്കെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാണ്, അവിടെ നിന്ന് കഴിച്ചിലായി. പക്ഷേ ഇപ്പോൾ അവൾ അനുഭവിക്കുന്ന യാതന വേദന, റബ്ബേ, എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു പാഠമാണ്. ഇത് എല്ലാവരോടും ശരിക്കും പറയണം, ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത്. അവൻ്റെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഉടനീളം. ബസ് യാത്ര ചെയ്യുമ്പോൾ അവൻ പുറത്തേക്ക് നോക്കി നിന്നു. ദയനീയമായി തൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ സീനത്തിൻ്റെ മുഖമായിരുന്നു അവൻ്റെ മനസ്സിൽ. അല്ലാ, തെറ്റ് ചെയ്തതൊക്കെ നീ പുറത്തു കൊടുക്ക്, നല്ലൊരു ജീവിതം ഇനിയെങ്കിലും നീ അല്ലാ അവൾക്ക് വഴി കാണിച്ചു കൊടുക്ക്. അത് തിരിച്ചറിവില്ലാത്തതിൻ്റെ പ്രശ്നമാണതൊക്കെ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ വേണം. എന്തെന്ന് ചെയ്യുമ്പോഴും 2-3 പ്രാവശ്യം ചിന്തിക്കണം. ഇത് നല്ലതിനാണോ ചീത്തക്കാണോ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ചിന്തിച്ചില്ല എങ്കിൽ പല പ്രോബ്ലംസും അങ്ങനെ ഉണ്ടാകും. അവൻ ആലോചനയിൽ മുഴുകിയിരുന്നു. പെട്ടെന്ന് അതാ ബസ്സിലെ കണ്ടക്ടർ, അല്ല ഷമീർ ഇറങ്ങുന്നില്ല, സ്റ്റോപ്പ് എത്തിയില്ലേ? ആ, ഒരു നിമിഷം അവൻ ഇറങ്ങി. അവൻ്റെ ഇരു കൈകളിലും ഒരുപാട് കവറുകൾ ഉണ്ടായിരുന്നു. ഷമീർ, എന്നാൽ അവൻ്റെ ഒരു ഓട്ടോ വിളിച്ച് ഇവിടെ നിന്ന് ഞാൻ നടക്കുകയാണോ? ആ നോക്കട്ടെ, ഇത് നടക്കാനുള്ള ദൂരമല്ലല്ലോ, പിന്നെ ഓട്ടോ ഒക്കെ വിളിച്ച് പോയാൽ നമ്മുടെ എക്സസൈസ് പോയില്ലേ? ചിരിച്ചുകൊണ്ടവൻ പറഞ്ഞു. ആ, നീ ജിമ്മിന് പോകാത്തന്നെ ജിമ്മിനായിട്ടുണ്ടല്ലോ. കണ്ടക്ടറുടെ ചിരിച്ചുകൊണ്ടുള്ള ആ ചോദ്യത്തിന് മുമ്പിൽ, അത് നമ്മൾ വീട്ടിൽ തന്നെ ജിമ്മല്ലേ, ജിമ്മിന് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് തന്നെ നമ്മൾക്ക് ഭാരം എടുക്കലും ചുമക്കലും വയ്ക്കലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒക്കെ ക്ലിയർ ആവൂലേ. നമ്മളിപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സമീർ ബസ്സിറങ്ങി സന്തോഷത്തോടു കൂടി അതാ വീട്ടിലേക്ക് നടക്കുന്നു. ആ പാടവരമ്പിലൂടെ തൻ്റെ വീട്ടിൽ നടന്ന അനുഭവങ്ങളും കാര്യങ്ങളും തൻ്റെ വീട്ടിലെ ദുരന്തങ്ങളും ഒന്നും ഷമീർ അറിയുന്നില്ല. അവൻ സന്തോഷത്തോടു കൂടി സീനത്തിൻ്റെയും ഉമ്മയുടെയും അരികിലേക്ക് പുറപ്പെടുകയാണ്. അവർക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. ഒരല്പം ദൂരം നടക്കുവാനുണ്ട്. അതെ, ഇതുവഴി നടന്നാൽ നേരെ ഓട്ടോ വിളിച്ച് വരികയാണെങ്കിൽ അപ്പുറം വഴി വരാം. പക്ഷെ ഒന്ന് ചുറ്റിക്കറങ്ങും. ഇതാകുമ്പോൾ കുറുക്ക് വഴിയുണ്ട്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം, കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നേരെ പാടത്തേക്ക് വീഴും. ആ രീതിയിലുള്ള വഴിയായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒരു വഴുക്കലുമുണ്ട്. എങ്കിലും അവൻ ശ്രദ്ധിച്ചുകൊണ്ട് നടന്നു. അവൻ്റെ മനസ്സിൽ നിറയെ സന്തോഷമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അതെ തൻ്റെ സഹോദരിയായ സീനത്ത്, അവർക്കെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് അവരെയൊക്കെ സന്തോഷിപ്പിക്കാലോ എന്ന് കരുതിയിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ അതാ വീടിനടുത്തേക്കുള്ള ആ വരമ്പിലേക്ക് അവൻ കടക്കുന്നു. ചെറിയൊരു കരച്ചിൽ അവിടെ നിന്ന് കേൾക്കുന്ന പോലെ അവൻ്റെ ചെവിയിലേക്ക് അതാ അത് പറന്നെത്തുന്നു. ആരോ കരയുന്ന പോലെ ഉണ്ടല്ലോ ചെറുതായിട്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണെങ്കിൽ ഇപ്പുറത്ത് വീടില്ല, കുറച്ചപ്പുറത്താണ് വീടുകളുള്ളത്. പഠിച്ചോനെ, എന്തത് ആരുടെ ഒരു കരച്ചിലിങ്ങനെ ഒരു തേങ്ങൽ കേൾക്കുന്ന പോലെ തോന്നാണല്ലോ. സമീർ വീടിനടുത്തേക്ക് വരുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് ആണെന്ന് എന്നൊരു തോന്നൽ അവന് തോന്നി തുടങ്ങി. ഒരു നിമിഷം അവൻ്റെ വയറ് കാണാൻ തുടങ്ങി. റബ്ബേ, എന്തത്, എന്താ സംഭവിച്ചത്? സീനത്തിനെ എങ്ങാനും അവർ കൊണ്ടുപോയോ? ഓ, ഞാനില്ലാത്ത തക്കം നോക്കി. അതെ, ഷമീർ വേഗത്തിൽ നടന്നു. അത് എപ്പോഴും നടക്കുന്ന വഴിയാണ്, പക്ഷേ കാലുകൾ പിറകോട്ടാരോ വലിക്കുന്ന പോലെ തോന്നാണ്. നടന്നിട്ടങ്ങോട്ട് എത്തുന്നില്ല. 2 കൈകളിലും സാധനമാണ്. സന്തോഷത്തോടെ അവൻ വീട്ടിലേക്ക് ഉമ്മാ എന്ന് വിളിച്ചുകൊണ്ട് അതാ കയറുകയാണ്. എന്നാൽ തൻ്റെ ഉമ്മയുടെ ദയനീയമായ ഒരു കരച്ചിലായിരുന്നു അവിടെ നിന്ന് കേട്ടിരുന്നത്. പെട്ടെന്ന് ആ കാഴ്ച കണ്ട് അവൻ സാധനങ്ങളെല്ലാം താഴെയിട്ടു. ഉമ്മ, എന്തു പറ്റി ഉമ്മ? സീനത്ത് ഉമ്മയുടെ കഴുത്തൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമ്മ, എന്തു പറ്റി ഉമ്മ? മോനെ, അല്ലാ, സീനത്തെ എന്ത് പറ്റിയത്? ഇക്ക, ആ രാജേഷ് വന്നിരുന്നു, ഉമ്മയുടെ കഴുത്തിന് പിടിച്ചു. പഠിച്ചവനെ, ഉമ്മ, എൻ്റെ ഉമ്മ. അവൻ ഉമ്മയെ കോരിയെടുത്ത്. എന്തു പറ്റി ഉമ്മ? അല്ലാ, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമല്ലോ. ഇതാ ഈ വെള്ളം, ഉമ്മ ഇത് കുടിച്ചാണ്. ബിസ്മില്ലാ. മോനെ, പോണ്ടടാ, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക്. എന്ത് ഉമ്മ? മോനെ, എൻ്റെത് പോട്ടെ, ഓള് എന്ത് സിനത്തെ, എന്തു പറ്റി? ഇക്ക, ഉമ്മയോ അല്ലാതെ ഉപദ്രവിക്കായിരുന്നു അവനെ, പക്ഷേ
ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ഒലക്കയെടുത്ത് അവന് തലക്കടിച്ചു. തല പൊട്ടി. അതെ, അല്ലാ, എന്തൊക്കെ ഞാനീ കേൾക്കുന്നത്. അതെ, അവൻ തന്നെ എഴുന്നേറ്റ് പോയി. ആണോ? ഓ, മരിച്ചിട്ടൊന്നുമില്ലല്ലോ? ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല, അവന് പോയി. അല്ലാതെ പിന്നെ എന്ത് ഞാൻ ചെയ്യാ? ഒരു നിമിഷം അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ സീനത്തെ, നീ ഇപ്പോഴാണ് ഒരു പെൺകുട്ടിയായത്. അതെ, നീ ഇപ്പോഴാണ്. ഉമ്മാക്ക് എന്താ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ? വേണ്ട മോനെ, അതെന്തെങ്കിലും ഒന്ന് ചൂടുവെള്ളം പിടിച്ചാൽ മാറിക്കോളും കേട്ടോ മോനെ, കുഴപ്പമില്ല. ഓ പഠിച്ചോനെ, അല്ല എന്തൊക്കെയാ ഇവിടെ നടന്നത്. ഞാനിവിടെ ഇല്ലാത്ത നേരം നോക്കിയിട്ട് ആ കാബാലൻ വന്നുലേ. അതെ, അവന് ആണത്വമില്ലാത്തത് കൊണ്ടല്ലേ എൻ്റെ നേർക്ക് നേർ വരണ്ടേ അവനും വന്നില്ല. ഞാൻ പോയ തക്കം നോക്കി എൻ്റെ കുടുംബത്തെ തകർക്കാനാണ് അവൻ വന്നത്. അവൻ ദേഷ്യം ഇരച്ചു കയറി. ആഹാ, അവൻ അങ്ങനെ വിട്ടാൽ പറ്റില്ല. ആ നിമിഷം തന്നെ അതാ ആ സ്ഥാപനത്തിലേക്ക് നടന്നെടുക്കുന്നു. ഇൻഷാ അല്ലാ, ബാക്കി എന്തായിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.